Hello everyone, welcome to Aifer Education. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രഡീഷൻസ് വിത്തിൻ ഫെമിനിസം പാർട്ട് 1 ആണ്. അതായത് മെയിൻ സ്ട്രീം ട്രഡീഷൻസ്, ലിബറൽ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ്, സോഷ്യൽ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ്, റാഡിക്കൽ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രഡീഷൻസ് വിത്തിൻ ഫെമിനിസം പാർട്ട് 2, ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ് നമുക്ക് നോക്കാം. Since 1960s, it has become increasingly difficult to analyze feminism simply in terms of the threefold division of liberal, socialist and radical traditions. അപ്പോൾ 1960s, since 1960s അല്ലെങ്കിൽ by the 1960s എന്താണ് ഫെമിനിസത്തിൽ തന്നെ പുതിയ പുതിയ ഇന്റർപ്രിട്ടേഷൻസ്, പുതിയ പുതിയ അനാലിസിസ്, പുതിയ പുതിയ പിന്നെ ഡിസ്കോഴ്സ്, നറേറ്റീവ്സ് ഒക്കെ എന്താണ് എമേർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ there was situation where we could not interpret feminism, we could not study feminism from merely liberal, socialist and radical traditions. അപ്പോൾ ഈ മൂന്ന് ട്രഡീഷൻസിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റാതെയായി പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ഇന്റർപ്രിട്ടേഷൻസ്, അനാലിസിസ്, പിന്നെ ഡിസ്കോഴ്സ്, നറേറ്റീവ്സ് ഒക്കെ എന്താണ് ഫെമിനിസത്തിൽ എമേർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുള്ളിൽ തന്നെ നമുക്ക് മാത്രം പഠിച്ചാൽ പോരാ, പുതിയ പുതിയ കാര്യങ്ങൾ എമേർജ് ചെയ്യാൻ തുടങ്ങി. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ട്രഡീഷൻസ് അപ്പം ഓട്ടോമാറ്റിക്കലി നാച്ചുറലി എമേർജ് ചെയ്തു എന്നുള്ളതാണ്. ഡിവിഷൻസ് വിത്തിൻ കോർ ട്രഡീഷൻസ് ഹാവ് സംടൈംസ് ഡീപ്പൺ ആൻഡ് ഓൺ ദ അതർ ഒക്കേഷൻസ് ഡിവിഷൻസ് ബിറ്റ്വീൻ ദി ട്രഡീഷൻസ് ഹാവ് ബീൻ ബ്ലർഡ്. അപ്പം ഓൺ സം ആസ്പെക്ട്സ് ഡിവിഷൻസ് ബിറ്റ്വീൻ കോർ ട്രഡീഷൻസ്, അതായത് ലിബറൽ ട്രഡീഷനും സോഷ്യലിസ്റ്റ് ട്രഡീഷനും റാഡിക്കൽ ട്രഡീഷൻസ് തമ്മിലുള്ള ഡിവിഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ്, അത് ഇൻക്രീസ് ആയി. ഓൺ അതർ ആസ്പെക്ട്സ്, സം അതർ ആസ്പെക്ട്സ് എന്താണ്, അത് ഇല്ലാതായ, ഡിവിഷൻസ് ഇല്ലാതായി. ഹെൻസ് ന്യൂ ഫോംസ് ഓഫ് ഫെമിനിസം ഹാവ് എമേർജ്. അപ്പം പുതിയ പുതിയ ഡിസ്കോഴ്സ്, നറേറ്റീവ്സ്, പുതിയ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ എമേർജ് ചെയ്തു. പിന്നെ അങ്ങനെ ന്യൂ ഫോംസ് ഓഫ് ഫെമിനിസ്റ്റ് ട്രഡീഷൻസ് അല്ലെ ന്യൂ ഫോംസ് ഓഫ് ട്രഡീഷൻസ് വിത്തിൻ ഫെമിനിസം എമേർജ്. Although these new feminisms draw upon a wide variety of influences, they reflect on a common interest in the issue of difference. അപ്പോൾ കോമൺ എലമെന്റ് എന്താണ് ഈ ന്യൂ ഫെമിനിസം അല്ലെ ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസിൽ ഉള്ളിലുള്ള കോമൺ എലമെന്റ് എന്താണ്, തമ്മിലുള്ള കോമൺ എലമെന്റ് എന്താണ്, they support or they talks about difference, they gives importance to difference. ഇപ്പോൾ ഇവിടെ ഇക്വാലിറ്റി അല്ല, they are mainly focusing on difference feminism. എന്താണ് ഡിഫറൻസ് ഫെമിനിസം? മെയിൻ സ്ട്രീം ട്രഡീഷൻസ്, അതായത് ലിബറൽ, സോഷ്യൽ ആൻഡ് റാഡിക്കൽ ട്രഡീഷൻസ് എന്നാണ് പറയുന്നത്. മെൻ ആൻഡ് ഫീമെയിൽ തമ്മിൽ എന്താണ്, മെൻ ആൻഡ് വിമൻ തമ്മിൽ there should be equal space അല്ലെ equal opportunities for men and women എന്നാണ്. അപ്പം രണ്ടുപേരെ ഒരുപോലെ കാണണമെന്നാണ് മെയിൻ സ്ട്രീം ട്രഡീഷൻസ്, അതായത് സ്ത്രീകളെയും പുരുഷന്മാരെ ഒരുപോലെ കാണണമെന്നാണ് മെയിൻ സ്ട്രീം ട്രഡീഷൻസ് ആയിട്ടുള്ള ലിബറൽ, സോഷ്യലിസ്റ്റ് ആൻഡ് റാഡിക്കൽ ട്രഡീഷൻസ് പറയുന്നത്. അപ്പം ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ് എന്നാണ് പറയുന്നത്, അങ്ങനെ ഒരുപോലെ കാണേണ്ട എന്നുള്ളതാണ്. ഒരുപോലെ കാണണ്ട, പിന്നെ അവരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. പക്ഷേ there should be different approach towards women's development. അപ്പം സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, അവർ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പക്ഷേ പിന്നെ there should be different space, different opportunities, different types of circumstances, different types of പിന്നെ value system for the development of feminism അല്ല, സ്ത്രീകൾ, ഐ മീൻ ഫീമെയിൽ പോപ്പുലേഷൻ. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഡിഫറെൻ്റ് ആണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, സ്ത്രീകൾ എന്ന രീതിയിൽ പ്രോഗ്രസ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമാണ് ഇവിടെ സ്പേസും ഓപ്പർച്യൂണിറ്റീസും സിറ്റുവേഷൻസ് ഒക്കെ വേണ്ടത്. അതാണ് ഡിഫറൻസ് ഫെമിനിസം. അത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കാണാൻ സാധിക്കില്ല, ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, സ്ത്രീകൾ എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനുമാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസും സ്പേസും പിന്നെ സർക്കംസ്റ്റൻസസും വേണ്ടത്. അതാണ് ഡിഫറൻസ് ഫെമിനിസം പറയുന്നത്. ആൻഡ് ഇൻ പർട്ടിക്കുലർ ദ ഡിസൈഡ് ടു അപ്ലൈ ഡിഫറൻസ് ടു വിമൻ ആൻഡ് നോട്ട് മിയർലി ടു ദ റിലേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. അപ്പം ഒരിക്കലും എന്താണ്, സ്ത്രീകളായിട്ട് തന്നെ കാണാം, സ്ത്രീകളെ ഒരിക്കലും എന്താണ് പുരുഷന്മാരായിട്ട് കാണരുത്. അപ്പം പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസും പുരുഷന്മാർക്ക് കിട്ടുന്ന സ്പേസും പുരുഷന്മാർക്ക് ലഭിക്കുന്ന സർക്കംസ്റ്റൻസ് അല്ലെ പുരുഷന്മാർ അനുഭവിക്കുന്ന പുരുഷന്മാരെന്താണോ അങ്ങനെ കാണരുത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല കാണേണ്ടത്. സ്ത്രീകളുടെ രീതിയിലുള്ള സ്പേസ്, സർക്കംസ്റ്റൻസസ്, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേണം അവർക്ക് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും
പ്രോഗ്രസ് ചെയ്യാനും. അതാണ് ഡിഫറൻസ് ഫെമിനിസം പറയുന്നു, ഒരിക്കലും ഒരുപോലെ കാണരുത് എന്നുള്ളതാണ്. Starting with Juliet Michaels, pioneering psychoanalysis and feminism. Feminists have come to terms with Freud's work, particularly developed by thinkers such as Jacques Lacan. The central feature of psychoanalytical feminism. എന്താണ് psychoanalytical feminism? അപ്പോൾ ഒരു സൈക്കോ അനാലിറ്റിക് ഫെമിനിസ്റ്റ് ആണെന്ന് ജൂലിയറ്റ് മിച്ചൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് സൈക്കോ അനാലിസിസ് ആൻഡ് ഫെമിനിസം. എന്താണ് പറയുന്നത്? ടു സീ ദ പ്രോസസ് ത്രൂ വിച്ച് women and men are engendered and social differences sexual differences constructed as psychological rather than biological. അപ്പോൾ സൈക്കോ അനാലിറ്റിക്കൽ ഫെമിനിസം പറയുന്ന ഈ സെക്ഷൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ജെൻഡർ ഡിവിഷൻ, ഈ ഡിവിഷൻ ബിറ്റ്വീൻ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ എന്ന് പറയുന്നത് എന്താണ്? അത് കൺസ്ട്രക്ട് ആണ്, സൈക്കോളജിക്കലി കൺസ്ട്രക്ട്. ഈ ജെൻഡർ ഡിവിഷൻ എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിവിഷൻ അല്ല ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് സൈക്കോളജിക്കലി കൺസ്ട്രക്ട് ആണ് റാദർ ദാൻ ബയോളജിക്കൽ എന്നുള്ളതാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. പിന്നെ പോസ്റ്റ് മോഡേണോ, അതാണ് മെയിൻ ആയിട്ട് സൈക്കോ അനാലിറ്റിക്കൽ ഫെമിനിസം. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ് ഫെമിനിസത്തെ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇമ്പോർട്ടൻറ്റ് തിങ്കർ ആണ് ജൂലിയറ്റ് മിച്ചൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് എന്ത്? സൈക്കോ അനാലിസിസ് ആൻഡ് ഫെമിനിസം. പിന്നെ പോസ്റ്റ് മോഡേണോ പോസ്റ്റ് സ്ട്രക്ചർ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? പോസ്റ്റ് മോഡേണോ പോസ്റ്റ് സ്ട്രക്ചർ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? ഹാവ് ടേക്കൺ ഇഷ്യൂ വിത്ത് ഫോംസ് ഓഫ് ഫെമിനിസം സച്ച് ആസ് കൾച്ചർ ഫെമിനിസം വിച്ച് പ്രൊക്ലെയിം ദാറ്റ് ദർ ആർ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. In their view, there is no such thing as fixed female identity, the notion of women being nothing more than fiction. അപ്പോൾ ഇവർ പറയുന്നത് പോസ്റ്റ് മോഡേണോ പോസ്റ്റ് സ്ട്രക്ചറൽ ഫെമിനിസ്റ്റ് എന്താണ് പറയുന്നത്? അവർ ഈ ജെൻഡർ ഡിവിഷനെ മെയിൽ അല്ലെ വിമൺ മെൻ ഡിവിഷൻ എന്താണ് അവർ ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു റിജിഡ് വിമൺ മെൻ ഡിവിഷനെ ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ദർ ഈസ് നോ സച്ച് തിങ് ആസ് ഫിക്സ്ഡ് female identity. There is no such thing as fixed female identity. The notion of women being nothing more than a fiction. ഈ വിമൺ എന്ന് പറയുന്ന കാറ്റഗറി അല്ല മെൻ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? ഈ ഡിവിഷൻ എന്ന് പറയുന്ന ഫിക്ഷൻ ആണെന്നാണ് പറയുന്നത്. അതൊട്ടും റിയൽ അല്ല, റിയാലിറ്റിക്ക് ഫേവർ അല്ല, അല്ലെ റിയാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്ത് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഫിക്സ്ഡ് ഫീമെയിൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ വിമൺ ബീങ് നത്തിങ് മോർ ദാൻ എ ഫിക്ഷൻ. വിമൺ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് ഈ കാറ്റഗറൈസേഷൻ ഓഫ് ഐഡന്റിറ്റി ഓർ ജെൻഡർ ഓർ സെക്ഷൽ ഓറിയന്റേഷൻ ഇൻ ടു മെൻ ആൻഡ് വിമൺ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു മിത്താണ്, ഒരു ഫിക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ഹൗ ഇൻ കോളിംഗ് ദ മെയിൽ ഫീമെയിൽ ഫിക്ഷൻ മെയിൽ ഫീമെയിൽ ഡിവിഷൻ അല്ലെങ്കിൽ മെൻ വിമൺ ഡിവിഷൻ ഇൻ ടു ക്വസ്റ്റ്യൻ. ഈ ഒരു പിന്നെ ഡിവിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ല ഡിവിഷൻ ബിറ്റ്വീൻ സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറയുന്ന ബൈനറി ഉണ്ടല്ലോ, ഡിവിഷൻ ഉണ്ടല്ലോ, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാണ്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് മോഡേൺ ഫെമിനിസം പെർഹാപ്സ് ഫാറ്റലി കോംപ്രമൈസ് ദ വെരി ഐഡിയ ഓഫ് വിമൻസ് മോഡ്. അതായത് വിമൺ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് വിമൺ ഉണ്ടാവും. ലെസ്ബിയൻ ഹോമോസെക്ഷൽസ് ഉണ്ടാവും, പിന്നെ ബയോളജിക്കൽ അല്ലെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരുണ്ടാവും. എല്ലാവർക്കും കുട്ടികളെ ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. പിന്നെ എല്ലാ സ്ത്രീകൾക്കും എന്താണ് ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അതോടൊപ്പം തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള അസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകളുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നമുക്ക് സ്ത്രീകൾ പുരുഷന്മാരെന്ത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. സബ്ഡിവിഷൻസ് ഉണ്ടാവും. അതായത് അസെക്ഷൽസ് ഉണ്ടാവും സ്ത്രീകളിൽ തന്നെ. സ്ത്രീകളും ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അസെക്ഷൽസ് ഉണ്ടാവും, ഹോമോസെക്ഷൽസ് ഉണ്ടാവും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെൻ സ്പീക്കിംഗ് അബൌട്ട് വിമൺ അല്ലെങ്കിൽ ഫീമെയിൽ പോപ്പുലേഷൻ, എല്ലാവർക്കും കുട്ടികളെ ഉണ്ടാക്കാം. ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെ ചൈൽഡ് റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ വിമൺ മെൻ ഡിവിഷൻ, അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് കുട്ടികളെ ഉണ്ടാക്കി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള പിന്നെ ഒരു കാറ്റഗറിയാണ്. ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ചൈൽഡ് ബെയറിംഗ് ക്വാളിറ്റീസ് ഉള്ള പിന്നെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ്. മെൻ എന്ന് പറയുന്നത് എന്താണ്? മെൻ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് പിന്നെ കോൺട്രഡിക്ടറി ആയിട്ട് പിന്നെ മസ്കുലിൻ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് there are asexual women, homosexual women, reproductive capacity ഇല്ലാത്ത സ്ത്രീകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡിവിഷൻ എന്താണ്? ഇത് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ ആണ്, അതൊരു റിയൽ അല്ല, റിയാലിറ്റിക്ക് എതിരാണ്. ഇറ്റ്സ് നോട്ട് ഇൻ ഫേവർ ഓഫ് റിയാലിറ്റി എന്നുള്ളതാണ്. ഇറ്റ് ഡോണ്ട് സപ്പോർട്ട് റിയാലിറ്റി. അതാണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസം പറയുന്ന ഇറ്റ് ക്വസ്റ്റ്യൻസ് വിമൺ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ഡിവിഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബൈനറി ആണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ബിക്കോസ് ദർ ആർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. അപ്പൊ നമുക്ക്
പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരെയൊക്കെ എന്താണ് ഒരു റിജിഡ് ബൈനറിയിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ബ്ലാക്ക് ഫെമിനിസം has challenged tendency within feminism to ignore racial differences and to suggest that women endure a common oppression by virtue of their sex. Particularly strong in the USA, black feminism portrays sexism and racism as interlinked systems of oppression. Black feminism എന്താണ് പറയുന്നത്? Black feminism ഒരു ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. It talks about intersexuality എന്നുള്ളതാണ്. Intersectionality അതായത് black women face oppression not merely because of the gender identity, but also because of the racial identity എന്നുള്ളതാണ്. അപ്പം they are facing multiple form of oppression എന്നുള്ളതാണ്. അപ്പം ബ്ലാക്ക് ഫെമിനിസം എന്താണ് പറയുന്നത്? ബ്ലാക്ക് ഫെമിനിസം പറയുന്നു ഒരു ബ്ലാക്ക് വിമൻ ബ്ലാക്ക് വിമൻ ഫേസിങ് ഓപ്പറേഷൻ നോട്ട് മിയർലി ബിക്കോസ് ഓഫ് ദ ജെൻഡർ ഐഡന്റിറ്റി. അവർ സ്ത്രീകൾ എന്ന രീതിയിൽ മാത്രമല്ല ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന, ഒപ്രഷൻ ഫേസ് ചെയ്യുന്ന, ബട്ട് ഓൾസോ ബിക്കോസ് ഓഫ് ദ റേഷ്യൽ ഐഡന്റിറ്റി എന്നുള്ളതാണ്. അപ്പം ദേ ആർ ഫേസിങ് മൾട്ടിപ്പിൾ ഫോം ഓഫ് ഒപ്രഷൻ ഇൻ സൊസൈറ്റി. അതാണ് ബ്ലാക്ക് ഫെമിനിസം പറയുന്നത്. ലെസ്ബിയൻ ഫെമിനിസം എന്താണ് പറയുന്നത്? ലെസ്ബിയൻ ഫെമിനിസം ഹാസ് ടേക്കൺ വെറൈറ്റി ഓഫ് ഫോംസ്. ഇൻ സം കേസസ് ലെസ്ബിയനിസം ഈസ് വ്യൂഡ് ആസ് പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റാഡിക്കൽ ഫെമിനിസം. ഒരു ലെസ്ബിയനിസത്തെ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റാഡിക്കൽ ഫെമിനിസം എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അനലൈസ് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ മീൻസ് അവൈലബിൾ ടു ഓൾ വിമൻ ഓഫ് എസ്കേപ്പിംഗ് ഫ്രം പാട്രിയാർക്കി. ഇപ്പൊ ലെസ്ബിയനിസം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? അവര് സെയിം ജെൻഡറുള്ള ആൾക്കാരെയാണ് പിന്നെ പാർട്ണർ ആക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദേ കൻ എസ്കേപ്പ് ഫ്രം പാട്രിയാർക്കി എന്ന് പറയുന്നത്. ദേ കൻ എസ്കേപ്പ് ഫ്രം പാട്രിയാർക്കി ആൻഡ് ബിക്കം വിമൻ ഐഡന്റിഫൈഡ്. They can escape from patriarchy and become women identified. അപ്പം lesbianism പറയുന്നു lesbianism is nothing but it is interpreted as political expression of radical feminism because as a lesbian അല്ല as a homosexual they can escape from patriarchy. അപ്പം ഒരു പുരുഷന്റെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ആ പാട്രിയാർക്കൽ സിസ്റ്റത്തിന് എന്താണ്, ആ പാട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, രക്ഷപ്പെടാൻ പറ്റും. T. Grace Atkinson എന്താണ് പറയുന്നത്? ഫെമിനിസം ഈസ് ദ തിയറി, ലെസ്ബിയനിസം ഈസ് ദ പ്രാക്ടീസ്. അപ്പം ഇദ്ദേഹം പറയുന്നു ഫെമിനിസം ഒരു തിയറിയാണ്, ആ തിയറി പ്രാക്ടിക്കൽ ആകുന്നത് എങ്ങനെയാണ്? ലെസ്ബിയനിസത്തിലൂടെയാണ് ആ തിയറി പ്രാക്ടിക്കലിലേക്ക് വരുന്നത്, പ്രാക്ടിക്കൽ ഫോർമാറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ബിക്കോസ് ദേ കൻ എസ്കേപ്പ്, ബിക്കോസ് ദേ കൻ എസ്കേപ്പ് പാട്രിയാർക്കി എന്നുള്ളതാണ്. അപ്പം ലെസ്ബിയനിസം അല്ലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? സെയിം ജെൻഡറിൽപ്പെട്ട ആൾക്കാരാണ്, അല്ലെ സെയിം സെക്ഷൽ ഓറിയന്റേഷൻപ്പെട്ട ആൾക്കാരെയാണെന്ന് വിവാഹം ചെയ്യുക, അല്ലെ ജെൻഡറിൽപ്പെട്ട ആൾക്കാരെയാണ് വിവാഹം ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാട്രിയാർക്കി എസ്പെഷ്യലി കമ്മിങ് ടു വിമൻ, അല്ലെ ഫീമെയിൽ പോപ്പുലേഷൻ, പാട്രിയാർക്കിയിൽ നിന്നാണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഒരു പുരുഷനെ വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ണറായി കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഫെമിനിസം ആണ്, അല്ലെ ടൈപ്പ് ഓഫ് ഫെമിനിസം ആണ് കാർസറൽ ഫെമിനിസം എന്ന് പറയുന്നത്. എന്താണ് കാർസറൽ ഫെമിനിസം? റീസെന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ട്രഡീഷൻ ആണ്, അല്ലെ ഫെമിനിസ്റ്റ് ടൈപ്പ് ഓഫ് ഫെമിനിസം ആണ്. കാർസറൽ ഫെമിനിസം ഡിസ്ക്രൈബ് മെയിൻ സ്ട്രീം അമേരിക്കൻ ഫെമിനിസ്റ്റ് സപ്പോർട്ട് ഫോർ എ റിലയൻസ് ഓൺ പോലീസ് ആൻഡ് പ്രിസിസ്റ്റ് ആസ് എ ടൂൾ ഫോർ ലിബറേഷൻ. അപ്പം കാർസറൽ ഫെമിനിസം പറയുന്നു സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൈംസ് ആൻഡ് അട്രോസിറ്റീസ്, അതോടൊപ്പം തന്നെ ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, അപ്പം എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, അതിനെ എങ്ങനെയാണ് നമുക്ക് പിന്നെ സോൾവ് ചെയ്യാൻ പറ്റുക, ഇല്ലാതാക്കാൻ പറ്റുക? സ്ട്രിഞ്ചന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ സ്ട്രിക്റ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു സ്ട്രിക്റ്റ് ലീഗൽ സിസ്റ്റം അല്ലെ ലീഗൽ ഫ്രെയിംവർക്കിലൂടെ മാത്രമാണ് എന്ത് നമുക്ക് അതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. Attributing gender inequality to individual male abuses, feminists have found great success in expanding criminal laws, increasing arrests and persecutions, making it easier for prosecutors to gain convictions, subjecting individuals to long and therefore meaningful prison sentence. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൈംസ്, അട്രോസിറ്റീസ്, അപ്പോൾ സ്ത്രീകൾ ഫേസിങ് ഇഷ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ, അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്താണ് ശക്തമായ നിയമനിർമ്മാണങ്ങൾ വേണം, അത് നിയമ നടപടികൾ വേണം. ഒരു സ്ട്രിഞ്ചന്റ് അല്ലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഗൽ സിസ്റ്റം അല്ലെ ലീഗൽ ഫ്രെയിംവർക്ക്, ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്താണ് നമുക്ക് ഇതിനെ
ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാൻ പറ്റും. ഈ ക്രൈംസ്, അട്രോസിറ്റീസ്, ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാർസറൽ ഫെമിനിസം പറയുന്നത്. മീൻസ് അത് അമേരിക്കൻ ഫെമിനിസ്റ്റ് ആണ് ഈ ഒരു വ്യൂ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് വാസ് കോയിൻഡ് ബൈ എലിസബത്ത് ബേർണസ്റ്റീൻ. നോട്ട് ചെയ്യട്ടോ, ഇറ്റ് വാസ് കോയിൻഡ് ബൈ എലിസബത്ത് ബേർണസ്റ്റീൻ. അത് കാർസറൽ ഫെമിനിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്ന എലിസബത്ത് ബേർണസ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കൻ ഫെമിനിസ്റ്റ് ആണ്. എ ടേം ഡെൽസ് ഇൻ ടു കോംപ്ലക്സിറ്റീസ് ഓഫ് അഡ്വക്കേറ്റിംഗ് for feminist goals in an increasingly carcerated state. It appears in her 2007 article, The Sexual Politics of the New Abolitionism. ഈ ഒരു ആർട്ടിക്കിളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഒരു മെയിനായിട്ട് പ്രിസൺ റിഫോംസ് അല്ലെങ്കിൽ ലീഗൽ റിഫോംസ് ആണ് നമുക്ക് വേണ്ടത്. ഒരു സ്ട്രിക്റ്റ് ലീഗൽ സിസ്റ്റം ആണ് വേണ്ടത്, ഒരു സ്ട്രിക്റ്റ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റം ആണ് വേണ്ടത്. അങ്ങനെയാണ് എന്ത് നമുക്ക് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ, അതൊക്കെ എന്താണ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. റെഫേഴ്സ് ടു റിലയൻസ് ഓൺ പോലീസിംഗ്, പ്രോസിക്യൂഷൻ ആൻഡ് ഇംപ്രിസ്മെന്റ് ടു റിസോൾവ് ജെൻഡർ സെക്ഷൽ വയലൻസ്. പറഞ്ഞ പോലെ പോലീസിംഗ്, സ്ട്രിക്റ്റ് പോലീസിംഗ് മെഷേഴ്സ്, പ്രോസിക്യൂഷൻ ആൻഡ് ഇംപ്രിസൺമെന്റ്, പണിഷ്മെന്റ് ടു റിസോൾവ് ജെൻഡർ സെക്ഷൽ വയലൻസ്. അതാണ് കാർസറൽ ഫെമിനിസം പറയുന്നത്. എന്താണ് പോസ്റ്റ് ഫെമിനിസം? വാട്ട് ഈസ് പോസ്റ്റ് ഫെമിനിസം? Feminist theory reached a high point of creativity and radicalism in late 1960s and 1970s. Since that time, the women's movement appears to have undergone decline, and it has been fashionable to discuss the emergence of post-feminism. 1970s, 1960s ഫെമിനിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി അതിൻ്റെ പീക്കിലെത്തിയത് റാഡിക്കലിസത്തിലൂടെ. റാഡിക്കൽ ഫെമിനിസം 1970s സംഭവം വരുന്നത്, എമേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫെമിനിസത്തിന്റെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് 1970s ആണ്. 1970s, 1960s. അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? അത് കഴിഞ്ഞ് ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് അല്ലെ ഫെമിനിസ്റ്റ് ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് ഒരു ഡിക്ലൈൻ സംഭവിക്കുകയാണ്. അതിൻ്റെ ഒരു ട്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് ഒരു ഡിക്ലൈൻ സംഭവിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫാഷനബിൾ ടു ഡിസ്കസ് ദ എമർജൻസ് ഓഫ് പോസ്റ്റ് ഫെമിനിസം. ആ ഒരു ഫേസിനെയാണ് എന്ത് പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് ഫെമിനിസത്തിന്റെ റെലവൻസ് നഷ്ടപ്പെടുന്നു, അല്ല ഫെമിനിസത്തിന്റെ ഇമ്പോർട്ടൻസ്. വെൻ ഇറ്റ് കംസ് ടു പൊളിറ്റിക്കൽ ഐഡിയോളജി, വെൻ ഇറ്റ് കംസ് ടു ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഫെമിനിസത്തിന്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് ഒക്കെ എന്താണ് നഷ്ടപ്പെടുന്നു. അതിനെയാണ് ആ ഫേസിനാണ് പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. എ കൺസർവേറ്റീവ് ബാക്ക്ലാഷ് അഗെയിൻസ്റ്റ് ഫെമിനിസം വാസ് ഓൾസോ എവിഡന്റ് ഇൻ ദി ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ 1970s, 1960s, ന്യൂ റൈറ്റ് ഫിലോസഫി അല്ലെങ്കിൽ റൈറ്റ് വിങ് കൺസർവേറ്റീവ് ഐഡിയോളജി എന്താണ് USA, UK എമേർജ് ചെയ്ത് വരുന്നത്. അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പോപ്പുലറായി മാറുന്നത്. US, UK ഒരു ന്യൂ റൈറ്റ് കൺസർവേറ്റീവ് പിന്നെ ഗവൺമെന്റ് ഒക്കെ എപ്പോഴാണ് വരുന്നത്? 1970s ശേഷമാണ് വരുന്നത്. 1970s, 1980s കൺസർവേറ്റീവ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ ആ സമയത്ത് അങ്ങനെ വന്നപ്പോൾ there was a conservative backlash against feminism. ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റിൽ എന്താണ് കൺസർവേറ്റീവ് ബാക്ക്ലാഷ് അല്ലെ കൺസർവേറ്റീവ് ക്രിറ്റിസം എവിഡന്റ് ആയിരുന്നു, എഗെയിൻസ്റ്റ് ഫെമിനിസം എവിഡന്റ് ആയിരുന്നു. ബോത്ത് താച്ചർ ആൻഡ് റീഗൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബോത്ത് താച്ചർ ആൻഡ് റീഗൽ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ 1970s, 1980s, 1970s ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു പിന്നെ US, UK ഒരു കൺസർവേറ്റീവ് ഫിലോസഫി അല്ലെ കൺസർവേറ്റീവ്സത്തിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നു, അതിനൊരു പോപ്പുലാരിറ്റി കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണ് മാർഗരറ്റ് താച്ചറും റൊണാൾഡ് റീഗനൊക്കെ പിന്നെ അവിടെ എമേർജ് ചെയ്ത് വരുന്നത്, പോപ്പുലറായി മാറുന്നത് US, UK. ഫോർ ഇൻസ്റ്റൻസ് വർ ഓപ്പൺലി ആന്റി ഫെമിനിസ്റ്റ് ഇൻ ദ കോൾ ഫോർ ദ റിസ്റ്റോറേഷൻ ഓഫ് ഫാമിലി വാല്യൂസ് ആൻഡ് ഇൻ ദ എംഫസിസ് അപ്പോൺ വിമൻസ് ട്രഡീഷണൽ റോൾ ആസ് മദർ ആൻഡ് ഹൗസ് വൈഫ്. അപ്പം റീഗനും താച്ചറൊക്കെ എന്താണ് പറയുന്നത്? മാർഗരറ്റ് താച്ചറും റീഗനൊക്കെ അതോടൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന, അവർ റെപ്രസെന്റ് ചെയ്യുന്ന പിന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് പറയുന്നത്? അവർ they called or they demanded restoration of female values. അതായത് there was a conservative backlash. അപ്പോൾ എന്താണ് ഫെമിനിസം പറയുന്നത്? ഫെമിനിസം പറയുന്നു പിന്നെ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ഫ്രീഡം വേണം, സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം. അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്നാണ് there should be a breakdown of patriarchal system, അല്ലെങ്കിൽ there should be an abolition of patriarchal system. പാട്രിയാർക്കൽ ആയിട്ടുള്ള സിസ്റ്റം എമേർജ് ചെയ്യണം. അപ്പോൾ പാട്രിയാർക്കൽ എന്താണ്? പാട്രിയാർക്കൽ ഫാമിലി റോൾസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. സ്ത്രീകൾ ഇന്ന ജോലി ചെയ്യുക, പുരുഷന്മാരിനെ ജോലി ചെയ്യുക. പക്ഷെ മാർഗരറ്റ് താച്ചറും റീഗനും അവരെ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും അവരുടെ സപ്പോർട്ടേഴ്സ് ഒക്കെ എന്താണ് പറയുന്നത്? അവര് they demanded for the restoration of family values and
വിമൻസ് ട്രഡീഷണൽ റോൾ ആസ് മദർ ആൻഡ് ഹൗസ് വൈഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 1980s അല്ലെ 1970s ശേഷം എസ്പെഷ്യലി 1980s കൺസർവേറ്റീവ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടി. കൺസർവേറ്റീവ്സ് ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റ്, USA UK പോലുള്ള രാജ്യങ്ങൾ എന്താണ് കൺസർവേറ്റീവ്സം ഒരു പോപ്പുലർ പൊളിറ്റിക്കൽ ട്രഡീഷനായി മാറി. അങ്ങനെയാണെന്ത് അതിന്റെ ഭാഗമായിട്ടാണ് മാർഗരറ്റ് താച്ചറും റൊണാൾഡ് റീഗനൊക്കെ USA UK അവർ അധികാരത്തിലെത്തുന്നത്. അപ്പം അവർ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അവരെന്താണ് അഡ്വക്കേറ്റ് ചെയ്തത്? അഡ്വക്കേറ്റഡ് family values, women's traditional role as mother and housewife. The rising crime and vandalism amongst young people was blamed upon working mothers, and in both USA and UK single mothers were demonized for threatening the traditional family and increasing the welfare burden. അപ്പം സമൂഹത്തിൽ നടക്കുന്ന ക്രൈം ക്രൈംസിനും വാൻഡലിസത്തിനും അത് അട്രോസിറ്റീസിനൊക്കെ എന്താണ് ആരെയാണ് ബ്ലെയിം ചെയ്ത് വർക്കിംഗ് മദേഴ്സിനെയാണ്. അപ്പം പറയുന്നു വർക്കിംഗ് മദേഴ്സ്. അപ്പം എല്ലാവരും പിന്നെ ജോലിക്ക് പോയ എസ്പെഷ്യലി മദേഴ്സ് അമ്മമാരൊക്കെ സിംഗിൾ വെറും വർക്കിംഗ് മദേഴ്സ് അല്ല, സിംഗിൾ വർക്കിംഗ് മദേഴ്സ് മെയിൻലി ബ്ലെയിമിങ് സിംഗിൾ വർക്കിംഗ് മദേഴ്സ്. അപ്പം സിംഗിൾ വർക്കിംഗ് മദേഴ്സ് അപ്പം പിന്നെ എല്ലാ അമ്മമാരും സിംഗിൾ ആയിട്ടുള്ള അമ്മമാരെന്താണ് പിന്നെ ജോലിക്ക് പോയാൽ പോകുമ്പോൾ അവരുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ ടൈം കിട്ടുന്നില്ല. അങ്ങനെ അവരുടെ കുട്ടികളുടെ കാര്യം മര്യാദയ്ക്ക് നോക്കാതെ വരുമ്പോൾ എന്താണ് കുട്ടികൾ വഷളായി പോവും, വഴിതെറ്റി പോവും. അങ്ങനെ സമൂഹത്തിൽ ക്രൈംസ് ആൻഡ് വാൻഡലിസം കൂടുമെന്നുള്ളതാണ്, എസ്പെഷ്യലി ഫ്രം യങ് പോപ്പുലേഷൻ. അപ്പോൾ ആ ഒരു കൾച്ചറിനെയാണ് ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു വാല്യൂ സിസ്റ്റത്തെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെയാണ് ഇതിലൂടെ അവർ പിന്നെ ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പം സിംഗിൾ ആയിട്ടുള്ള വർക്കിംഗ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആരുടെയും കൺട്രോളിൽ ജീവിക്കാത്ത ആൾക്കാരാണ് സിംഗിൾ മദർ വർക്കിംഗ് മദർ റെപ്രസെന്റ്സ് ദാറ്റ് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള പിന്നെ ആരുടെയും ദേ ആർ നോട്ട് ഇൻ കൺട്രോൾ എനിവൺസ് കൺട്രോൾ. അപ്പോൾ ആരും കൺട്രോൾ ചെയ്യാത്ത അവരുടെ ഇൻഡിപെൻഡൻസ്, അവരുടെ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് സിംഗിൾ വർക്കിംഗ് മദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചറിനെയാണ് പിന്നെ കൺസർവേറ്റീവ്സ് എസ്പെഷ്യലി ഇൻ USA ആൻഡ് UK പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും പണിക്ക് പോകുമ്പോൾ പിന്നെ ജോലിക്ക് പോയാൽ എസ്പെഷ്യലി സിംഗിൾ വർക്കിംഗ് മദേഴ്സ് ജോലിക്ക് പോകുമ്പം എന്താണ് സംഭവിക്കുന്നത്? അവരുടെ കുട്ടികളെ മര്യാദയ്ക്ക് നോക്കാനോ പിന്നെ ശുശ്രൂഷിക്കാനോ പറ്റുന്നില്ല, കെയർ ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ കുട്ടികൾ വഷളായി പോകുമ്പം ഓട്ടോമാറ്റിക്കലി സമൂഹത്തിൽ ക്രൈംസ് ആൻഡ് അട്രോസിറ്റീസ് കൂടുന്നു. And it threatens the traditional family values. These are examples of what Susan Faludi referred to in Backlash as the blame it on feminism syndrome. ഇതാണ് സൂസൻ ഫലൂഡി, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്കാണ് ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ഈ ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫി അല്ലെ ഫെമിനിസ്റ്റ് വാല്യൂസ് അല്ലെ ഫെമിനിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നു, ബ്ലെയിം ചെയ്യുന്നു. അതിനെ ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം. അപ്പം സമൂഹത്തിൽ നടക്കുന്ന ക്രൈംസ്, സമൂഹത്തിൽ നടക്കുന്ന അട്രോസിറ്റി, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ഈവിൾ ഫോംസ്, അതിന്റെ എല്ലാം കാരണം ആരുടെ തലയിലാണ് വെച്ചത്? ഫെമിനിസ്റ്റ് ഫിലോസഫി അല്ല ഫെമിനിസ്റ്റ് വാല്യൂ സിസ്റ്റം അല്ല ഫെമിനിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ ആണ് ഇതിനെല്ലാം മെയിൻ കാരണം എന്ന് ആണ് പറയുന്നത്. എസ്പെഷ്യലി കൺസർവേറ്റീവ്സ് അതിനെ ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം എന്ന് സൂസൻ ഫലൂദി വിളിച്ചു. ഇൻ ദ ഫേസ് ഓഫ് ദീസ് ചാലഞ്ചസ് ദ വിമൻസ് മൂവ്മെന്റ് ഹാസ് സർട്ടൻലി അണ്ടർഗോൺ എ പ്രോസസ് ഓഫ് ഡീറാഡിക്കലൈസേഷൻ. അപ്പം പിന്നെ ഒരുപാട് കൺസർവേറ്റിസം ഒരു പോപ്പുലർ ഐഡിയോളജി അല്ലെ പോപ്പുലർ ട്രഡീഷനായി പൊളിറ്റിക്കൽ ട്രഡീഷനായി മാറുന്നു. അപ്പോൾ അതുവഴി വരുന്ന ബ്ലെയിംസ്, അതുവഴി വന്ന ക്രിറ്റിസിസം കാര്യങ്ങൾ അതെല്ലാവരെയും ഇമ്പാക്ട് ചെയ്തു. മൂവ്മെന്റിനെ തന്നെ ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റിനെ തന്നെ ഇമ്പാക്ട് ചെയ്തു. അങ്ങനെ ഒരു ഡീറാഡിക്കലൈസേഷൻ സംഭവിക്കുകയാണ്. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് അല്ല ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ ട്രഡീഷനിൽ ഒരു ഡീറാഡിക്കലൈസേഷൻ സംഭവിക്കുകയാണ്. ദ മിലിറ്റന്റ് ആൻഡ് റെവല്യൂഷണറി വിങ് ഓഫ് മൂവ്മെന്റ് ഹാസ് ബീൻ ഇൻക്രീസിംഗ്ലി മാർജിനലൈസ്ഡ് ആൻഡ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് ക്ലിയർ എവിഡൻസ് ഓഫ് റിവിഷനിസം. അതായത് റാഡിക്കൽ എലമെന്റ്സ് മാർജിനലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ വോയിസിന് ഇമ്പോർട്ടൻസ് കിട്ടാതായി, അവരുടെ വോയിസിന് സ്പേസ് കിട്ടാതായി. റാഡിക്കൽ ഫെമിനിസ്റ്റ് വോയിസിന് ഇങ്ങനെ ഒരു കൺസർവേറ്റീവ് ബാക്ക്ലാഷ് അല്ലെ കൺസർവേറ്റിസം പോപ്പുലറായി മാറി അല്ല അതിന് ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ
ഓട്ടോമാറ്റിക്കലി റാഡിക്കൽ ഫെമിനിസത്തിന് സ്പേസ് കിട്ടാതായി. റാഡിക്കൽ ഫെമിനിസത്തിന് സ്പേസ് കിട്ടാതായി, അതിന്റെ റെലവൻസ് കുറഞ്ഞു എന്ന് പറയുന്നില്ല, അതിന്റെ സ്പേസ് കിട്ടാതായി, അതിന് ഇമ്പോർട്ടൻസ് കിട്ടാതായി, അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടാതായി എന്നുള്ളതാണ്. ഡ്യൂ ടു ദ എമർജൻസ് ഓഫ് കൺസർവേറ്റീവ്സ് ആൻഡ് കൺസർവേറ്റീവ് വാല്യൂസ്. അതാണ് മെയിനായിട്ട് പറയുന്നത്. ഒരു ഡീറാഡിക്കലൈസേഷൻ സംഭവിച്ചു. എങ്ങനെയൊക്കെ വന്നപ്പോൾ കൺസർവേറ്റീവ്സ് അല്ല കൺസർവേറ്റീവ് വാല്യൂസ് എമേർജ് ചെയ്ത് പോപ്പുലറായി മാറിയപ്പോൾ, അതൊരു പോപ്പുലർ സിസ്റ്റമായി മാറിയപ്പോൾ എന്താണ്, റാഡിക്കൽ ഫെമിനിസം ഗോട്ട് റീറാഡിക്കലൈസ് ഓർ ഹാസ് ബീൻ ഇൻക്രീസ്ലി മാർജിനലൈസ്. അതിന് സ്പേസ് കിട്ടാതായി. റാഡിക്കൽ ഫെമിനിസം അല്ലെങ്കിൽ റാഡിക്കൽ ഫെമിനിസം പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ്, പ്രിൻസിപ്പിൾസ് വാല്യൂസ്, അതിനൊക്കെ എന്താണ് സ്പേസ് കിട്ടാതായി എന്നുള്ളതാണ്. അതിനെ ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം ആരാണ് വിളിക്കുന്നത്, സൂസൻ ഫലൂരി ആണ് വിളിക്കുന്നത്. അതിനെ ബ്ലെയിം ഇറ്റ് ഓൺ ഫെമിനിസം സിൻഡ്രോം. പിന്നെ Friedman second stage and Greece sex and destiny both celebrate the importance of childbearing and motherhood and drew criticism from radical feminist for lending support to traditional stereotypes. ഇവരൊക്കെ റാഡിക്കൽ ഫെമിനിസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. ബെറ്റി ഫ്രൈഡ്മാനും ഗ്രീറൊക്കെ, ജെർമൈൻ ഗ്രീറൊക്കെ. അപ്പം അവരും 1980s ആയപ്പം അവരും പിന്നെ സെലിബ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് ബെയറിംഗ് ആൻഡ് മദർഹുഡ്. അവരും മദർഹുഡിന്റെയും പിന്നെ ചൈൽഡ് ബെയറിംഗിന്റെ ഒക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് റാഡിക്കൽ ഫെമിനിസത്തിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു. പിന്നെ അത് നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞ ആൾക്കാരും എന്താണ്, ഈ ട്രഡീഷണൽ വാല്യൂ സിസ്റ്റത്തെ കുറിച്ചും ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിനെ എന്താണ് എൻകറേജ് ചെയ്യാനും അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ ഇല്യൂഷൻ ഓഫ് പോസ്റ്റ് ഫെമിനിസം ഇസ് ദാറ്റ് മോസ്റ്റ് ഒബിയസ് ഫോംസ് ഓഫ് സെക്ഷൽ ഓപ്പറേഷൻ ഹാവ് ബീൻ ഓവർകം ആൻഡ് ദെർഫോർ ദ സൊസൈറ്റി ഈസ് നോ ലോങ്ങർ പാട്രിയാർക്കൽ. പോസ്റ്റ് ഫെമിനിസം മെയിൻ ആയിട്ട് പറയുന്നത് അതിന്റെ സെൻട്രൽ ഇല്യൂഷൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ഇല്യൂഷൻ അല്ലെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പോസ്റ്റ് ഫെമിനിസത്തിന്റെ, അതായത് ഈ പറയുന്ന സെക്ഷൽ ഓപ്പറേഷൻ എന്താണോ ഫെമിനിസം എതിർക്കുന്നത് അല്ലെ എന്താണോ ഫെമിനിസം പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, എന്താണോ ഫെമിനിസം പിന്നെ അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ, സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് സെക്ഷൽ ഓപ്പറേഷൻ ആണ് അല്ലേ. മെയിനായിട്ട് ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ഫീമെയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ അഗൈൻസ്റ്റ് ഫീമെയിൽ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഓപ്പറേഷൻ, അതിനെയാണ് ഫെമിനിസം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം പോസ്റ്റ് ഫെമിനിസം പറയുന്നു അല്ലെ, പോസ്റ്റ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ ഇല്ലാതായി, ഈ പറയുന്ന പിന്നെ സെക്ഷൽ ഓപ്പറേഷനും എക്സ്പ്ലോയിറ്റേഷനും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഓപ്പറേഷനും എക്സ്പ്ലോയിറ്റേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ എന്താണ് ഇല്ലാതായി. ഓൾ ഫോംസ് ഓഫ് സെക്ഷൽ ഓപ്പറേഷൻ ഹാവ് ബീൻ ഓവർകം. അത് നമ്മൾ എല്ലാവരും മറികടന്നു, എസ്പെഷ്യലി സ്ത്രീകൾ മറികടന്നു. ഇനി അതിന്റെ therefore the society is no longer patriarchal. അപ്പം സൊസൈറ്റി ഇപ്പോൾ എന്താണ്, ഒട്ടും പാട്രിയാർക്കൽ അല്ല. അപ്പം ഒട്ടും മെയിൽ ഡോമിനന്റ് അല്ല, പാട്രിയാർക്കൽ അല്ല, പുരുഷാധിപത്യ സമൂഹമല്ല നമ്മുടെ സമൂഹം ഒരിക്കലും. ഇപ്പം വെൻ സ്പീക്കിംഗ് ടു 90s പോസ്റ്റ് ഫെമിനിസം ഫേസിൽ ആ ഫേസിൽ പറയുന്നു നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം ഒട്ടും പാട്രിയാർക്കൽ അല്ല. അപ്പോൾ സെക്ഷൽ ഓപ്പറേഷൻ ഒക്കെ എന്താണ് നമ്മൾ മറികടന്നു, അതെല്ലാം മറികടന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഇറലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ഇറലവന്റ് ആണ്. അപ്പം എല്ലാ തരത്തിലുള്ള സെക്ഷൽ ഓപ്പറേഷൻ ഇല്ലാതായി, സമൂഹം ഒട്ടും പാട്രിയാർക്കൽ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫെമിനിസം ഒരു റെലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമൂഹത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഫെമിനിസം ഒട്ടും റെലവന്റ് അല്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് പോസ്റ്റ് ഫെമിനിസം പറയുന്നത്. ഇൻ ദ ഹോൾ വിമൻ ഗ്രീർ അറ്റാക്ക് ദ നോഷൻ ദാറ്റ് വിമൻ ആർ ഹാവിംഗ് ഇറ്റ് ഓൾ, ആർഗ്യൂയിങ് ദാറ്റ് ദേ ഹാവ് അബൻഡൻഡ് ദി goal of liberation and settle for a phony equality that amounts to assimilation becoming more like men. അപ്പം പിന്നെ ഇൻ ദ ഹോൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രീർ ക്രിറ്റിസൈസ് ചെയ്യാണ്, അതായത് വിമൻ ആർ ഹാവിംഗ് അറ്റ് ഓൾ, അതായത് ഈ ഒരു പിന്നെ നോഷൻ ഓഫ് പോസ്റ്റ് ഫെമിനിസം എല്ലാം എന്താണ് സെക്ഷൽ ഓപ്പറേഷൻ ഇല്ലാതായി, സമൂഹം ഒട്ടും പാട്രിയാർക്കൽ അല്ല, സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള അവസരങ്ങളും സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള സ്പേസും ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്താണ്, ദേ ഹാവ് അബൻഡൻഡ് ദി ഗോൾ ഓഫ് ലിബറേഷൻ. ഗോൾ ഓഫ് ലിബറേഷൻ എന്ന് പറയുന്നത്, ലിബറേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് എന്താണ് പ്രസക്തി ഇല്ല, ആൻഡ് സെറ്റിൽ ഫോർ എ ഫോണി ഈക്വാലിറ്റി എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഫോണി ഈക്വാലിറ്റി, അതായത് ഫേക്ക് ഈക്വാലിറ്റി ആണ്. ഇതൊട്ടും റിയൽ അല്ല, ഈ ഈക്വാലിറ്റി ഒട്ടും റിയൽ അല്ല, ഇതൊരു ഫേക്ക് ആണ്, പേരിന് മാത്രമാണ് ഈക്വാലിറ്റി എന്നുള്ളതാണ്. ദാറ്റ് അമൗണ്ട്സ് ടു അസിമിലേഷൻ ബിക്കമിങ് മോർ ലൈക്ക് മെൻ. അപ്പൊ അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ, ദ ഹോൾ വിമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു നോഷനെ ക്രിറ്റിസൈസ് ചെയ്യാണ്. എന്താണ് പറയുന്നത്, അപ്പം വിമൻ സ്ത്രീകൾക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ
സംതൃപ്തരാണ് ഈ ഒരു സിസ്റ്റത്തിൽ സംതൃപ്തരാണ് എന്ന് പറയുന്ന സംഭവം. അതിനെ എന്താണ് പറയുന്നത്? അതിനെ പിന്നെ ക്രിറ്റിസൈസ് ചെയ്യാണ് അവർ. ആ ലിബറേഷൻ എന്ന് പറയുന്ന ഗോള് എന്താണ് ഗോൾ ഓഫ് ലിബറേഷൻ, ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആ ലിബറേഷൻ ഉണ്ടല്ലോ, ഈ ഒരു സിസ്റ്റത്തിന് പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു ലിബറേഷൻ, ഈ ഹോൾ സിസ്റ്റം ഓഫ് ഒപ്രഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഇതിൽ നിന്നല്ല ഒരു ലിബറേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ, പിന്നെ ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു സംഭവത്തിൽ നിന്നെല്ലാം ഉള്ള ഒരു ലിബറേഷൻ ഉണ്ടല്ലോ, അത് അവർ അബണ്ടൻ ചെയ്തു ആൻഡ് സെറ്റിൽ ഫോർ എ ഫോണി ഇക്വാലിറ്റി, ആൻഡ് ദേ ആർ സെറ്റിൽ ഫോർ, അല്ലെങ്കിൽ they become adaptable to a system of phony equality. അതായത് ഒരു ഫേക്ക് ഇക്വാലിറ്റി സിസ്റ്റം, അത് ഒട്ടും പിന്നെ റിയൽ അല്ല. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും റിയൽ അല്ല, അത് പേരിന് മാത്രമാണ്. ദാറ്റ് അമൗണ്ട്സ് ടു അസിമിലേഷൻ ബിക്കം മോർ ലൈക്ക് മെൻ. അതാണ് ദ ഹോൾ വിമൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രിയർ പറയുന്നത്. ഇതാണ് മെയിനായിട്ട് പിന്നെ ന്യൂ ഫെമിനിസ്റ്റ് എഡീഷൻസിന് വരുന്നത്. അതായത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ട ഡിഫറൻസ് ഫെമിനിസം ആണ്. അതായത് സ്ത്രീകളുടേതായ ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. അപ്പം സ്ത്രീകൾക്ക് പിന്നെ ഒരിക്കലും നമുക്ക് പിന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കാണാൻ പറ്റില്ല. ഒരുപോലെ കാണണം എന്ന് പറയുന്നു മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റ് ട്രഡീഷൻസ്. എന്താണ് ഒരുപോലെ കാണണം, സ്ത്രീകളെയും പുരുഷന്മാരെയും സമൂഹത്തിൽ ഒരുപോലെ കാണണം എന്നാണ് പറയുന്നത്. അതിന് ക്രിറ്റിസൈസ് ചെയ്യാണ് ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസ്, എസ്പെഷ്യലി ഡിഫറൻസ് പെർസ്പെക്റ്റീവ്. അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കാണാൻ കഴിയില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ രീതിയിൽ എന്താണ് വളരാനും ഗ്രോ ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സ്പേസ് വേണം, ഓപ്പർച്യൂണിറ്റീസ് വേണം, സർക്കംസ്റ്റൻസ് വേണം എന്നുള്ളതാണ് ഡിഫറൻസ് ഫെമിനിസം പറയുന്നത്. പിന്നെ സൈക്കോ അനാലിറ്റിക്കൽ ഫെമിനിസം, പോസ്റ്റ് സ്ട്രക്ചർ ഫെമിനിസം എന്താണ് പറയുന്നത്? ആ ഒരു മെയിൽ ഫീമെയിൽ ഡിവിഷൻ എന്താണ് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാണ്. അത് ഒട്ടും റിയൽ അല്ല എന്നാണ് പറയുന്നത്. പോസ്റ്റ് സ്ട്രക്ചറൽ ഫെമിനിസം ഒട്ടും റിയൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ സ്ത്രീകളിൽ തന്നെ എന്താണ് വേറെ പല ടൈപ്സ് ഓഫ് കാറ്റഗറി ഓഫ് വിമൺ ഉണ്ടാകാം. അതായത് അസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത, കുട്ടികളെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ബയോളജിക്കലി സ്പീക്കിംഗ്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു റിജിഡ് ഈ ഒരു മെയിൽ ഫീമെയിൽ ബൈനറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അങ്ങനെ പിന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത് പോസ്റ്റ് സ്ട്രക്ചറൽ ഫെമിനിസ്റ്റ് പറയുന്നത്. പിന്നെ ബ്ലാക്ക് ഫെമിനിസം, ലെസ്ബിയൻ ഫെമിനിസം, പിന്നെ പോസ്റ്റ് ഫെമിനിസം ആണ്. പിന്നെ കാർസറൽ ഫെമിനിസത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് അത്? കുറച്ചുകൂടെ ലീഗൽ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക, ലീഗൽ റിഫോംസ് ഇൻ ഫേവർ ഓഫ് ഫീമെയിൽ മെയിൽ പോപ്പുലേഷൻ, വിമൺ. അപ്പം പിന്നെ വിമൺ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, അട്രോസിറ്റീസ്, ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്, ഇല്ലാതാക്കേണ്ടത്. സ്ട്രിഞ്ചൻ ലോസ് വേണം, പിന്നെ റെഗുലേഷൻസ് വേണം, അപ്പോൾ ലെജിസ്ലേഷൻസ് വേണം. ഇതിലൂടെയൊക്കെ എന്താണ് നമുക്ക് ഇതൊക്കെ ഈ ഒരു ഇഷ്യൂസ്, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ഇല്ലാതാക്കേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്. പിന്നെ പോസ്റ്റ് ഫെമിനിസം പറയുന്നു പിന്നെ ഈ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ 1980s പോസ്റ്റ് ഫെമിനിസം മെയിനായിട്ട് പറയുന്നത്. ഒരു കൺസർവേറ്റീവ് ബാക്ക്ലാഷ് ആ സമയത്ത് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഫെമിനിസം പറയുന്നു ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഐഡിയോളജിയാണ്. കാരണം there is no സെക്ഷൽ ഒപ്രഷൻ, ഒരു തരത്തിലുള്ള ഒപ്രഷൻ എന്താണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നില്ല. സൊസൈറ്റി ഒട്ടും പാട്രിയാർക്കൽ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള ട്രഡീഷനാണ്, അല്ലെങ്കിൽ ഒരു പിന്നെ കാര്യമായിട്ടാണ് പോസ്റ്റ് ഫെമിനിസം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ന്യൂ ഫെമിനിസ്റ്റ് ട്രഡീഷൻസിൽ വരുന്നത്. അപ്പം നമ്മുടെ പുതിയ മിഷൻ JRF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം JRF ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ്. പിന്നെ അതിനനുസരിച്ചുള്ള അസിസ്റ്റൻസ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ബാച്ച് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ മിഷൻ JRF കോഴ്സ് അല്ലെ ബാച്ചിൽ എന്താണ് അവൈലബിൾ ആയിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരെന്താണ് ഈ ഒരു പിന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് വാട്സപ്പിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പം പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് നോക്കുക, ജോയിൻ ചെയ്യുക. ക്വാളിറ്റി മെറ്റീരിയൽസും ക്വാളിറ്റി ഗൈഡൻസും പിന്നെ എടുക്കുക എന്നുള്ളതാണ്. അത് അവൈലബിൾ ആണ്, അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം Aifer Education.